നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. മൈറ്റി ഓസീസിൻ്റെ മൈറ്റിത്തരം സ്വന്തം നാട്ടിലും ഏൽക്കാത്ത മട്ടിലാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചത്. സത്യസന്ധമായി പറയാലോ, ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ബംഗ്ലാദേശ് ഇന്നലെ 200 റൺസിന് ഉള്ളിൽ തന്നെ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആക്കിയപ്പോൾ ഇന്ന് തിരിച്ചടിക്കും തീരുമാനമാക്കുമെന്ന് കരുതി. കാരണം ഇന്നലത്തെ പോട്ടെ, ഇന്നലെ പിന്നെ വൈകുന്നേരത്തെ സെഷനൊക്കെയാണല്ലോ, ഇന്ന് രാവിലെ തന്നെ പണി കൊടുക്കുമെന്ന് കരുതിയ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, 150 റൺസിന് മുകളിലുള്ള ഒരു ലീഡിലേക്ക് ഓൾറെഡി ബംഗ്ലാദേശ് പോവുകയും ചെയ്തു, ഫസ്റ്റ് ഇന്നിങ്സ് ലീഡിലേക്ക്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസവും പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്ക് ഒരു മേൽക്കൈയും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അവർ 5 വിക്കറ്റാണ് വീഴുന്നത്, ഇന്നലെ 1 വിക്കറ്റ്. അപ്പോൾ ആകെ 6 വിക്കറ്റാണ് ഇപ്പം ഈ പറയുന്ന 110 ഓവറുകൾ ബൗൾ ചെയ്തിട്ട് അവരുടെ പേര് കേട്ട ബൗളിംഗ് നിര സ്വന്തം മണ്ണിലെടുത്തത്. ഡാർവിനിൽ 1-ാം ടെസ്റ്റിൻ്റെ 2-ാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ബംഗ്ലാദേശ് 6 വിക്കറ്റിന് 351 റൺസുമായിട്ട് നിൽക്കുന്നു. ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ 198 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നല്ലോ, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. വീണ്ടും ഓസീസിൻ്റെ ഇന്നിങ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇന്നലെ തന്നെ ഷദ്മൻ ഇസ്ലാം പുറത്തായിരുന്നു, 30 പന്തിൽ 20 റൺസ് അടിച്ചിരുന്നത്. ഇന്ന് പക്ഷേ മികച്ച രൂപത്തിൽ തൻസീദ് ഹസൻ തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കുന്നത് കണ്ടു. അതിനു മുമ്പ് അവർക്ക് മൊബിനുൽ ഹക്കിനെ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം 95 പന്തിൽ നിന്ന് 49 റൺസ് അടിച്ചു. തൻസീദ് ഹസനും നജ്മുൽ ഹുസൈൻ, ഷാൻഡോയും ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. തൻസീദ് സെഞ്ചുറി നേടി. ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു ബംഗ്ലാദേശിയുടെ സെഞ്ചുറി, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മാത്രം ടെസ്റ്റാണിത് എന്ന കാര്യം ഓർക്കുക. 197 പന്തുകൾ, 8 4 1 6 അടക്കം 101 റൺസ് അടിച്ച ശേഷം അദ്ദേഹം നദാൻ ലിയോൻ്റെ പന്തിൽ മിച്ചൽ സ്റ്റാർക്ക് പിടിച്ച് പുറത്താവുകയായിരുന്നു. ഷാൻഡോ, മുഷ്ഫീഖ് റഹീമുമൊത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഷാൻഡോ 126 പന്തിൽ 84 റൺസ് അടിച്ച് മടങ്ങി. മുഷ്ഫീഖ് റഹീം 35 പന്തിൽ 36 റൺസുമായിട്ട് മടങ്ങി. ലിറ്റൻ ദാസാണ് നിരാശപ്പെടുത്തി, അദ്ദേഹം ഡക്കായി. പക്ഷേ പിന്നീട് മെഹ്ദി ഹസൻ മിറാസും അതുപോലെ തന്നെ ഹസൻ മഹമ്മൂദും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. ഹസൻ മഹമ്മൂദ് ഇന്നലെ 6 വിക്കറ്റ് പിഴുതു. ഇന്നിപ്പോൾ 76 പന്തുകളിൽ നിന്ന് 13 റൺസുമായിട്ട് ക്രീസിലുണ്ട്. നല്ല പിന്തുണയാണ് മിറാസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് മിറാസും സ്റ്റാർക്കും തമ്മിൽ ചില വാക്കർക്കങ്ങളൊക്കെ ഉണ്ടായി ടെസ്റ്റ് ഹീറ്റിംഗ് അപ്പ് ആവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും 110 ഓവറിൽ 6 വിക്കറ്റ് 351 എന്ന നിലയിൽ ബംഗ്ലാദേശ് എത്തുമ്പോൾ അവരുടെ 1-ാം ഇന്നിങ്സ് ലീഡ് 153 റൺസായി മാറിയിരിക്കുകയാണ്. ശരിക്കും അവർ തന്നെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ഓസ്ട്രേലിയക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് എടുത്തു. ജോർജ് ഹേസൽവുഡ് 2 വിക്കറ്റ് എടുത്തു. പാറ്റ് കമിൻസിനും നദാൻ ലിയോണിനും 1 വിക്കറ്റ് എടുത്തു. അവർ 8 ബൗളർമാരാണ് ഉപയോഗിച്ച്. ട്രാവിസ് ഹെഡും ലബുഷേനും വരെ പന്തെറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൽ സ്റ്റാർക്കിൻ്റെ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ പറയണം. അദ്ദേഹം രംഗന ഹെറാത്തിനെയും അതുപോലെ തന്നെ കപിൽ ദേവിനെയും വിക്കറ്റ് വേട്ടയുടെ കാര്യത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മറികടന്നിരിക്കുന്നു. രംഗന ഹെറാത്ത് 433 വിക്കറ്റ്, കപിൽ ദേവ് 434 വിക്കറ്റ്, മിച്ചൽ സ്റ്റാർക്ക് 435 വിക്കറ്റായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന 11ാമത്തെ ബൗളറായി മാറിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഡെയിൽ സ്റ്റെയിൻ ആണ്. 439 വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കൻ പേസറുടെ പേരിലുള്ളത്. അത് ഈ ടെസ്റ്റിൽ തന്നെ സ്റ്റാർക്ക് മറികടന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.